GT എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി മറ്റ് ടെൻസുകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രസന്റ് ടെൻസിന്റെ നാലാമത്തെ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കണ്ടിന്യൂസ്, നമ്മൾ നേരത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പറയുമ്പോൾ ഇവിടെ കണ്ടിന്യൂസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓർത്തിരിക്കുക ING ഫോം ഓഫ് ദ വെർബ് അവിടെ എന്തായാലും ഉണ്ടാവും, ഒരു കണ്ടിന്യൂറ്റിയാണ്. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കാം. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ എക്സാമ്പിൾ, രാജു ഹാസ് ബീൻ ഗോയിങ് ടു സ്കൂൾ. രാജു സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരു മീനിങ്, രാജു കാലങ്ങളായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. രാജു ഹാസ് ബീൻ ഗോയിങ് ടു സ്കൂൾ സിൻസ് 2010. 2010 മുതൽ രാജു സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മുമ്പ് ഒരു കാര്യം തുടങ്ങി, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഇതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ രാജു സിംഗുലർ ആയതുകൊണ്ട് അവിടെ ഹാസ് ഉപയോഗിക്കുന്നു, പ്ലസ് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വേർഡ് ബീൻ എന്ന് പറയുന്ന വേർഡ് വരുന്നു, പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഗോ എന്ന് പറയുന്ന വെർബിന്റെ ING ആണ് ഗോയിങ്. ഓക്കെ, ഇനി ഇവിടെ ഹി ആണെങ്കിൽ ഹി സിംഗുലർ ആണ്, അപ്പോൾ ഇവിടെ നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നു. ഹി ഹാസ് ബീൻ ഗോയിങ് ടു സ്കൂൾ. ഷീ ആണ്, ഷീ സിംഗുലർ ആണ്, ഷീ ഹാസ് ബീൻ ഗോയിങ് ടു സ്കൂൾ. അവൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു, നാളുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള മീനിങ്ങിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. ഈ ലത ഒരു ലേഡിയുടെ പേരാണ്, ലത ഹാസ് ബീൻ ഗോയിങ് ടു സ്കൂൾ. ഇനി ഐ വരുമ്പോൾ എന്ത് ഉപയോഗിക്കണം? ഐ വരുമ്പോൾ നമുക്കറിയാം അത് പ്ലൂറൽ ഫോം പോലെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഐയുടെ ഒപ്പം ഹാവ് ആണ് ഉപയോഗിക്കുക. ഐ സിംഗുലർ ആണെങ്കിലും ഒരു പ്ലൂറൽ ഫോം പോലെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മറ്റു വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഹാവ് ബീൻ ഗോയിങ് ടു സ്കൂൾ. ഇനി ദേ എന്ന് പറയുന്നത് അവർ പ്ലൂറലാണ്, ദേ ഹാവ് ബീൻ ഗോയിങ് ടു സ്കൂൾ. വി എന്ന് പറയുന്നത് പ്ലൂറലാണ്, വി ഹാവ് ബീൻ ഗോയിങ് ടു സ്കൂൾ. അപ്പൊ ഇതിന്റെ ജനറൽ ഫോം എന്താണ്? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് ഉപയോഗിക്കണം, അതിനുശേഷം ബീൻ ഉപയോഗിക്കണം, പിന്നെ വെർബിന്റെ ING ഫോം ഉപയോഗിക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? സബ്ജക്റ്റിന് ശേഷം ഹാവ് ഉപയോഗിക്കണം, പിന്നെ ബീൻ ഉപയോഗിക്കണം, ING ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കണം. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ ടെൻസുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റൈൻസ് സൈനിങ് ഔട്ട്.